വെള്ളാണ്ട ഹായ് ഫ്രണ്ട്സ്, ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദേ മുറ്റത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി, പറമ്പിലൊക്കെ കുറച്ച് വെള്ളമുണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെയാണ് പറമ്പിൽ കിടന്ന് നന്നായിട്ട് മീൻ മറിയുന്നുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ചേട്ടൻ ദേ ചൂണ്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പരിശ്രമിച്ചു, പക്ഷേ കുറേ പ്രാവശ്യം അതിങ്ങനെ വന്ന് അടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഭയങ്കര ക്ഷമ വേണം കേട്ടോ ഇങ്ങനെ എറിഞ്ഞ് പിടിക്കാൻ തന്നെ. ഞാൻ എപ്പോഴും കളിയാക്കും, നിങ്ങൾക്ക് പോയാൽ ഒന്നും കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്ത് ക്ഷമയോടെയാണ് ഇങ്ങനെ ഇടുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് നോക്കി നിന്ന് വീഡിയോ എടുക്കാനൊന്നും അത്ര ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ ഇട്ടിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറേ പ്രാവശ്യം മീൻ വന്ന് വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ, എന്നാലും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. എന്തോ അവിടെ വെള്ളം കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു പിടിച്ചിട്ട് കിട്ടാത്തത്. ഇതിനിടയ്ക്ക് കാത്തുക്കുട്ടനാണെങ്കിൽ പുറകെ നിന്നും ഭയങ്കര ഡാൻസ് കളിയും പാട്ടും ഒക്കെയാണ്. മീൻ പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇതാ പറമ്പിൽ നിന്ന് മിക്കു ഓടി വന്നു. എന്തെങ്കിലും കിട്ടിയാൽ അവനും കൂടെ കൊടുക്കാമെന്നുള്ള വിചാരമുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിടിച്ചിട്ട് പോരോളെന്നുള്ള വാശി ചേട്ടനും അവിടെ നിന്ന്. കൂട്ടത്തിലാണെങ്കിൽ മിക്കുവും കൂടെ കൂടിയിട്ടുണ്ട്. ഫ്രോക്ക് ഇങ്ങനെ നീട്ടി വരുന്ന കാണുമ്പോഴത്തേക്കും മിക്കുവിൻ്റെ വിചാരം മീനാണ് വരുന്നതെന്ന്. അവനാണെങ്കിൽ തേരെ ഓടി പിടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. പുറകെ നിന്ന് ഞങ്ങളുടെ കളിയാക്കി കൂടിയപ്പോഴത്തേക്കും ആളിട്ടിട്ട് പോയി. ആ വാശിയിലാണ് അന്ന് രാത്രി പോയിട്ടേ ഇത്രയും മീനെ പിടിച്ചോണ്ട് വന്നു കേട്ടോ. എല്ലാം വരാലാണ്. കൊണ്ടുവന്ന പാടെ താഴേക്ക് അങ്ങ് നിരത്തിയിട്ട് കാത്തുക്കുട്ടനും കൂടെ കൂടി. അവക്കാണെങ്കിൽ മീൻ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം. അതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ വാലയെ പിടിക്കുന്നു, തലയെ പിടിക്കുന്നു. ഇതിനിടയിൽ വാലയിൽ പിടിച്ചപ്പോഴത്തേക്കും മീനൊന്ന് പൊങ്ങിച്ചാടി. ആൾ വിചാരിച്ച് കടിക്കാൻ വന്നതെന്ന്. അമ്മേനെ കടിക്കാൻ വന്നെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി കേട്ടോ. ഇതെനിക്ക് നാളെയുള്ള പണിയാണെന്ന് ഉറപ്പല്ല. വെള്ളത്തിലിട്ടിട്ട് കിടന്നാൽ ചത്തുപോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റ പാടെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി. അത് തണുപ്പ് വിടാതെ വെട്ടി കറി വെക്കാനായിട്ട് പറ്റത്തേയില്ല. ആ ടൈമിൽ കാത്തുക്കുട്ടനാണ് പൂച്ചയുടെ പുറകെ പോയി. എത്ര പൂച്ച പിടിക്കണമെന്ന് പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല കേട്ടോ. ആ സമയത്തേ ഞാനത് വെട്ടാനായിട്ടിരുന്നു. എനിക്ക് കൂട്ടായിട്ട് കാത്തുക്കുട്ടനും പൂച്ചയും വന്നിരുന്നു. ഇതൊന്നും വക വെക്കാതെ ഒരാളിൽ നിന്ന് പുറകെ ഇരുന്ന് മാനമായിട്ട് രാവിലത്തെ ആഹാരം കഴിക്കുന്നുണ്ടോ. ഞാനാണ് വെറും വയറ്റിലിരുന്ന് അവിടെ ഇരുന്ന് വെട്ടുന്നത്. കാത്തുക്കുട്ടനാണെങ്കിൽ അതിൻ്റെ ഒരു തരി പോലും പുറത്ത് കളയരുതെന്ന് വിചാരിച്ചത് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അടുക്ക വെച്ചിട്ടുണ്ട്. എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നിന്നൊക്കെയാണോ പാത്രം പെറുക്കിക്കൊണ്ട് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. മീൻ പെട്ടെന്ന് വീഡിയോ ഒന്ന് എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുവേ ആളിതേ കാണുന്ന ചെടിയും പൂവും കായും എല്ലാം എടുത്ത് വീഡിയോ വെച്ചിട്ടുണ്ട്. ഞാൻ മീൻ വെട്ടുന്നത് മാത്രം എടുത്തിട്ട് അവസാനം വഴക്ക് പിടിച്ച് ഓരോന്നും പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കുവേ ആൾ എടുത്തു വന്നിട്ട് ഒരു ഡയലോഗും. ഞാൻ എടുത്തു വന്ന വീഡിയോ ആണ് ഏറ്റവും നല്ല ഷോട്ടെന്നും. നിങ്ങൾ പറയണേ നല്ല ഷോട്ടാണോ എന്നുള്ളത് കേട്ടോ. എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി. അവസാനം പൂച്ച മാത്രം കൂട്ടേ ഇരിപ്പുണ്ട്. അവൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതിന് തിന്നാനാണ് കൊടുക്കുന്നത്. അവിടെ വയറ് നിറഞ്ഞപ്പോൾ അവളും എന്നെ ഇട്ടിട്ട് പോയി. വിശന്ന് കുടൽ കറിയുന്നതുകൊണ്ടും തന്നെ പെട്ടെന്ന് കറി വെക്കാൻ തീരുമാനിച്ചു. കുറച്ച് മീനെടുത്ത് അരച്ച് വരട്ടി വറുക്കാനും എടുത്തു. കുറച്ച് മീൻ കറി വെച്ചു. നല്ല കുടംപുളിയിട്ട കറി. ഞാനവിടെ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴേ പുറകിൽ നിന്ന് ഫുഡ് കഴിച്ച ആളോട് ഞാൻ പറഞ്ഞു കുറച്ച് കപ്പ വേവിക്കാമെന്ന്. അപ്പോൾ ദേ കേട്ട പടി കേൾക്കാത്ത പതി അമ്മ ദേ കപ്പയെല്ലാം കൂടെ എടുത്ത് വേവിച്ചു. കപ്പയും മീൻകറിയും അടിപൊളി ടേസ്റ്റ് ആകട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ഫുഡ് കപ്പയും മീൻകറിയും തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.